പ്രിയപ്പെട്ട പെരിന്തൽമണ്ണ പ്രസ് ഫോറം മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ സംസ്ഥാന സമിതി ഈ വരുന്ന ഞായറാഴ്ച സെപ്റ്റംബർ 29-ന് കാലത്ത് 8:50 മുതൽ വൈകിട്ട് 4:15 വരെ നർച്ചറിങ് ദ ഹ്യൂമാനിറ്റി എന്ന പ്രമേയത്തിൽ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് സംഘടിപ്പിക്കുകയാണ്. വിസ്ഡം യൂത്തിൻ്റെ കീഴിലുള്ള 3ാമത്തെ എഡിഷനായിട്ടാണ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെൻറ്ററിൽ സംഘടിപ്പിക്കുന്നത്. വളർന്നു വരുന്ന സമൂഹത്തെ, വിദ്യാർത്ഥി സമൂഹത്തെ ധാർമ്മികവും മൂല്യവർത്തകമായ തലമുറയായി ഉയർത്തിയെടുക്കുന്ന അധ്യാപകർ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ലക്ഷ്യം. ഏത് കലാലയം പരിശോധിച്ചു കഴിഞ്ഞാലും അവിടുത്തെ അധ്യാപകരാണ് ആ നാട്ടിലായാലും ആ സ്ഥാപനത്തിൻ്റേതായാലും നെടുന്തൂണുകൾ. വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഉന്നത പങ്ക് വഹിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിവരങ്ങൾ അവരുടെ പക്കലുണ്ട്. എങ്കിലും ക്ലാസ് റൂമുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുതൽ ധാർമ്മികമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സെഷനുകളാണ് സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാന്യ പണ്ഡിതൻ അധ്യാപകൻ കൂടിയായിട്ടുള്ള കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവറുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യാതിഥിയായിട്ട് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ MLA പങ്കെടുക്കുന്നുണ്ട്. ഉദ്ഘാടന സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ PP നസീഫ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സെഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് അധ്യാപന രംഗത്തും മറ്റു രംഗങ്ങളിലും ഉന്നത കഴിവുകൾ തെളിയിച്ചതും പ്രാഗൽഭ്യം തെളിയിച്ചതുമായുള്ള പണ്ഡിതന്മാരും അക്കാഡമിക് രംഗത്തെ വിചക്ഷണരും ഉൾപ്പെടെയുള്ള ആളുകൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ K താജുദ്ദീൻ സ്വലാഹി, സംസ്ഥാന ജനറൽ സെക്രട്ടറി TK നിഷാദ് സലഫി തുടങ്ങി നേതൃനിരയിലുള്ള ആളുകളും വ്യത്യസ്ത കലാലയങ്ങളിലെ അധ്യാപകർ ഉൾപ്പെടെയുള്ള മാഷന്മാർ ഉൾപ്പെടെയുള്ള പുതുതലമുറയിലെയും പഴയ തലമുറയിലെയും അധ്യാപകർ ഉൾപ്പെടുന്നുള്ള സംഗമങ്ങളും കാര്യങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അധ്യാപകരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 2 സെപ്പറേറ്റ് വേദി ഒരുക്കിയിട്ടുണ്ട്. ലിറ്റിൽ വിങ്സ് ആയിട്ടും ബട്ടർഫ്ലൈസ് എന്നുള്ള കാറ്റഗറിയിലും LP തരത്തിലുള്ള കുട്ടികൾക്കൊരു പ്രോഗ്രാമും UP കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് വേറൊരു പ്രോഗ്രാമുമായിട്ട് സൈഡ് സെഷൻ ഒരുക്കിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ നടക്കുന്ന വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന തലത്തിലുള്ള കേരള ടീച്ചേഴ്സ് കോൺഫറൻസിന് എല്ലാവിധ മാധ്യമ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് വിസ്ഡം യൂത്തിന് വേണ്ടി ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പത്രസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ PP നസീഫ്, വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള K സിനാജുദ്ദീൻ, ഫിറോസ് ഖാൻ സ്വലാഹി, വിസ്ഡം യൂത്തിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് നിസാർ സ്വലാഹി എന്നിവരാണ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഓൾ. എത്ര പേരെ പങ്കെടുക്കും? 1500 നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അധ്യാപകരായിട്ടുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംസ്ഥാന സമ്മേളനമാണ്. ഫീസിൽ നിർബന്ധമല്ല, സാധിക്കുന്നവർക്ക് സംഭാവന എന്നുള്ള നിലക്ക് ചെയ്യാവുന്ന സംഗതിയുള്ളൂ. എത്രയും തരാം. അത് ഭക്ഷണം ഉണ്ടാവും, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ഉച്ചഭക്ഷണം ഉണ്ടാവും, പിന്നെ ഇതിനുള്ള സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളിൽ നിന്ന് ആളുകളിൽ നിന്ന് സാമ്പത്തിക സഹായം സ്വീകരിച്ചിട്ട് നമ്മൾ പരിപാടി നടത്തുന്നത്. രജിസ്ട്രേഷൻ മുഖേന തരുന്ന ആളുകൾക്ക് തരാമെന്ന് മാത്രം. ഒരു കാരണവശാൽ നിർബന്ധമുള്ള കാര്യമല്ല, അത് ചെയ്യാവുന്നതാണ്. എല്ലാ മാധ്യമപ്രവർത്തകരെയും ഞായറാഴ്ച ഇതിനോട് ക്ഷണിക്കുകയാണ്. ഏകദേശം ഒരു 10 മണിയോട് കൂടിയായിരിക്കും ഉദ്ഘാടന സമ്മേളനം പ്രോഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകളായിരിക്കും ഉണ്ടാവുക എന്നുകൂടി അറിയിക്കുകയാണ്.
അതെ, ഒരിക്കലും അല്ല. ജാതി മത ഭേദമന്യേ എല്ലാവരെയും എല്ലാ വിഭാഗം പങ്കെടുപ്പിച്ചു, എല്ലാവരും പങ്കെടുക്കാറുമുണ്ട്, അതിൻ്റെ ഉപകാരങ്ങളും ലഭിക്കാറുണ്ട്. ഇപ്പം 1000 ക്രോസ് ചെയ്തിട്ടുണ്ട്, 1000 ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതാക്കിയിട്ട് നമ്മളാ പിന്നെ ബാക്കിലുള്ള സാധാരണ നമ്മൾ നടത്തുമ്പോൾ പിന്നെ നമ്മൾ മെസ് ഹാളിൻ്റെ അവിടെയും കൂടി ഇതാക്കിയാണ് ചെയ്യുക. പിന്നെ ഫൈനൽ കോൾ നമ്മൾ കൺഫർമേഷൻ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലാണ് നമ്മൾ ബാക്കി എത്ര കുട്ടികളുണ്ട് എത്ര ഇതുണ്ട് എന്നുള്ളത് നമ്മളെ പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. ഈവൻ ഭക്ഷണം തന്നെ വെജ് ചെയ്താൽ നോൺ വെജ് ചെയ്താൽ. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഷുഗർ പേഷ്യൻറ്റിന് വരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം പല കോൺഫറൻസുകൾക്കും തിരക്ക് വരുമ്പോൾ ഭക്ഷണത്തിന് പ്രയാസം വരെ ഷുഗർ പേഷ്യൻസിന് ബുദ്ധിമുട്ട് വരാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ ഏത് സമയത്ത് സമ്മേളനങ്ങൾ നടത്തിയാലും വളരെ സജീവമായ പിന്തുണ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ ആ ഒരു സന്തോഷം കൂടി ഒരു സമയത്ത് രേഖപ്പെടുത്തുകയാണ്. അല്ല, നമ്മൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഇതിപ്പോൾ അങ്ങനെ വന്നിട്ട് എല്ലാ വർഷവും വിപുലമായി നടത്താറുണ്ട്. ഇത് 3rd എഡിഷനാണ് നടക്കുന്നത്. കഴിഞ്ഞ വർഷം 1300 അടുത്ത് പങ്കെടുത്തിട്ടുണ്ട്. VP ഹാളിലായിരുന്നു, മഞ്ചേരി VP ഹാളിലായിരുന്നു. ഫസ്റ്റ് തിരൂര് ജില്ലാ ഹാളിലാണ് 9 വർഷം നടന്നത്. മൂന്നാമത്തെ ഇങ്ങനെ വ്യവസ്ഥാപിതമായിട്ടുള്ളത്. ഇതിന് മുമ്പ് അധ്യാപക സമ്മേളനം നടത്തിയിട്ടുണ്ട്, പണ്ടൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ വ്യവസ്ഥാപിതമായിട്ട് നമ്മൾ കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് എന്നുള്ള പേരിൽ നമ്മളെ പ്രോഗ്രാമുകൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എഡിഷൻ ഇടാറുണ്ട്. 9.0 ഡയലോഗ്, ബാക്കി അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് അങ്ങനെ എഡിഷനാക്കി ചെയ്തു പോകാറുണ്ട്. അധ്യാപകർ മാത്രം. അവരെ കൂടെ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് വേറെ സെഷൻ ആക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ റോയൽ ഹാൾ ഉണ്ടല്ലോ, വേറെ സെഷനായിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭാര്യയും ഭർത്താവും അധ്യാപകരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വെച്ച് പോരാൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അവർക്കും കൂടി ഈ മൊബൈൽ രംഗത്തെ കുട്ടികളൊക്കെ മൊബൈലിൽ ഇതാണല്ലോ, അതിനൊക്കെ പ്രതിവിധി പറഞ്ഞു കൊടുക്കാൻ സാധാരണ നമുക്ക് സാധിക്കാറുണ്ട്. ശ്രദ്ധിക്കേണ്ട അസൈൻമെൻറ്റുകൾ, കിഡ്സിന് പറ്റിയ ഗെയിംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. കുട്ടികൾക്കും ഒരു നല്ല സെഷൻ ആയിരിക്കും. ഒരു ആശംസ എന്നുള്ള നിലക്ക് ഇത് വിളിച്ചിട്ടുള്ളത്. ജില്ലക്ക് പുറത്തുനിന്ന് ആളുണ്ടാവും. സംസ്ഥാന സമ്മേളനമാണ്, യൂത്തിൻ്റെ സംസ്ഥാന. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളതൊക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വാഹനം ബാക്കിയൊക്കെ ആയിട്ട് ഇതായിട്ട് വരും. കൂടുതലും പിന്നെ നമ്മൾ ഈ ഭാഗത്തു നിന്ന് തന്നെ ആയിരിക്കും ഇതുണ്ടാവുന്നതിലാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മദ്രസ അധ്യാപക സമ്മേളനം കൊയിലാണ്ടി നടത്തിയിരുന്നു. എന്ന് വെച്ചാൽ അത് വേറെ തന്നെ നമ്മൾ സമ്മേളനം നടത്താറുണ്ട്. ഇത് അല്ലാത്ത സ്കൂള് കോളേജ് തലങ്ങളിലുള്ള ഗവൺമെൻറ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലുള്ള സ്കൂൾ ഹയർ സെക്കൻഡറി കോളേജുണ്ട്. കോളേജുണ്ട്. വിദ്യാർത്ഥികളായിട്ട് ആരൊക്കെ സംവദിക്കുന്നുണ്ടോ അവരൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.